സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത് ഒരു 19 വയസ്സിലാണ്. അപ്പൊ ഈ ഒരു ജീവിതം തുടങ്ങുമ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഫാമിലിയിലാണ് ഞാൻ ഓൾമോസ്റ്റ് ജനിച്ചത്. എൻ്റെ ആ ഒരു ഫാമിലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ക്യാഷ് എല്ലാം സ്പെൻഡ് ചെയ്യണ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ ഒരിക്കലും നന്നാവില്ല എന്നത് മനസ്സിലാക്കി. കാര്യം എൻ്റെ ഡാഡിയുടെ തന്നെ 2 സിബ്ലിങ്സ് ഉണ്ട്, ഒരു പെങ്ങളും ഉണ്ട്, ഒരു അനിയനും ഉണ്ട്. അവർക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അവർക്ക് വരുമാനത്തിന് നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങാനൊന്ന് പറ്റുന്നുണ്ട്. അപ്പൊ എൻ്റെ വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പൊ തന്നെ ഞാനത് അങ്ങനെയാണ് ഞാൻ പണത്തെ പഠിക്കാൻ തുടങ്ങിയത്. കാര്യം എൻ്റെ വീട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുടെ കയ്യിൽ നിന്നാണ് പണത്തെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എഗെയിൻ എൻ്റെ മമ്മിയുടെ സിബ്ലിങ്സിനെ നോക്കി, അവരും ഓൾമോസ്റ്റ് പണത്തെ അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം, അവർ സ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂള് മാത്രമാണ്. അതിനെ ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് സ്നേഹിച്ച് അതിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ വളരെ ചെറിയൊരു സമയം 19 വയസ്സായപ്പോൾ തന്നെ ആന്റിയോട് സംസാരിച്ചു. ആന്റി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, ആന്റി സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആന്റിയുടെ ക്യാഷ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ ക്യാഷ് ആന്റിയുടെ ഇത് കടമായിട്ട് വാങ്ങുകയും എവരി മന്ത് ആന്റിക്ക് തിരിച്ചടയ്ക്കുന്ന ഒരു ലെവലിൽ ഞങ്ങൾ ആ ആന്റിയുടെ പണത്തെ ഞങ്ങളൊരു ടൂളായിട്ട് കണ്ട് ഞങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്ത് എവരി മന്ത് ആന്റിക്ക് പേ ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തു. അപ്പൊ ആ ഒരു പണം കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അധികം ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ക്യാഷ് ഫ്ലോയിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾക്ക് ലിവറേജ് ചെയ്യാനുള്ളതാണ്. അല്ലാതെ അത് ആണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാതിരിക്കുക. അപ്പൊ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എങ്ങോട്ടാ പോണേ, നമ്മൾക്ക് എന്താ വേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയേക്കണം. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു ആദ്യം താമസിച്ച് 97 ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഞാനും ഭർത്താവും കൂടി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി അപ്പൊ തന്നെ എനിക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ഒരു ലൈഫിലേക്ക് പോകണം. അപ്പൊ എൻ്റെ ലൈഫിലുള്ള ആ ഒരു കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കല്യാണം കഴിച്ച് എന്നെ കൊണ്ടുവന്നത് കറുകുറ്റിയാണ്. അപ്പൊ ആ സ്ഥലത്ത് നിന്നാൽ എനിക്ക് എന്തായാലും എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനും ഹസ്ബൻഡിനോട് സംസാരിച്ചു. ഞങ്ങൾ ശരിക്കും ഒരു വാടക വീടെടുത്തു. ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങളുടെ ജീവിതം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുവാണ്. വളരെയധികം ഒരു സെക്യൂരിറ്റി ഇല്ല. അന്ന് 5000 റുപ്പീസാണ് വാടക വന്നത്. അപ്പൊ വാടക കൊടുക്കണം, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്കിൽ പോലും ആ ഒരു ഇൻസെക്യൂരിറ്റിയിലും ഞങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ക്ലാരിറ്റി എടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ബോധ്യത്തോടെ ഞങ്ങളുടെ ഒരു ബിസിനസ് തുടങ്ങി. ആ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ലോസിലാണ് നിൽക്കുന്നത്. കല്യാണം കഴിച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കൊരു 25 ലാക്സ് ലോൺ എടുത്തിട്ടാണ് തന്നെ 12 ലാക്സ് കടവുമാണ്. അപ്പൊ ഈ ഒരു കടത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ അന്നത്തെ ലക്ഷ്യം. ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് ഞങ്ങളുടെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റ്സ് കൊണ്ടുവന്നു. കാര്യം എൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ഒരു പാറ്റേൺ ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ എൻ്റെ പാറ്റേണിനെ മാറ്റി. കാര്യം എൻ്റെ ഹസ്ബൻഡിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പാറ്റേണിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യുകയും എൻ്റെ ഫിനാൻസ് അദ്ദേഹവുമായിട്ട് ചേർന്നിട്ട് ആ ഒരു പാറ്റേണിനെ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ലെവലിലേക്കുള്ള ഒരു പുതിയ പാറ്റേൺ ഉണ്ടാക്കി ഞങ്ങളുടെ ജീവിതം തുടങ്ങുക ചെയ്തത്. അപ്പൊ ആ ഒരു ലെവലിൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ പാറ്റേണിനെ അവയർനെസ് എടുക്കുകയും നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ ലൈഫ് വളരെ മെച്ചപ്പെട്ട ലൈഫായിട്ട് വരാൻ തുടങ്ങി. കല്യാണം കഴിച്ചു ഒറ്റ വർഷത്തിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തത് എന്താണെന്നറിയാമോ? ഒരു വീട് വാങ്ങലായിരുന്നു. എറണാകുളത്ത് ഫസ്റ്റ് വീട് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി.
അവിടുന്ന് ഓരോന്നായിട്ട് സ്ക്രാച്ചിൽ നിന്നാണ് ബിൽഡ് ചെയ്തത്. അപ്പം ഓരോ സമയത്തും ഓരോ ഗോൾ വെച്ചു. ആദ്യമേ എന്ത് ചെയ്തു? ഒരു വീടാണ് ഫസ്റ്റ് ഗോൾ വെച്ചത്. 98 ഏപ്രിൽ 6-ന് ആദ്യത്തെ വീട് വാങ്ങി. എഗെയിൻ ഒരു കാറ് ഒരു ഗോൾ വെച്ചു. എനിക്ക് തോന്നുന്നു ആദ്യം ഞങ്ങൾ വാങ്ങുന്ന വണ്ടി ഏതാണെന്നറിയാമോ? ഒരു ഹോണ്ട സിറ്റി റെഡ് ആണ്. അത് വാങ്ങണത് 99-ലാണ്. അങ്ങനെ ഓരോന്നും ഓരോ സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ലിസ്റ്റ് എഴുതി അങ്ങനെ ബിൽഡ് ചെയ്ത് ഇപ്പൊ ഏതാണ്ട് കല്യാണം കഴിച്ചിട്ട് 27 വർഷമായി. ഈ ഒരു 27 ഇയേഴ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പണത്തിന് വേണ്ടി ജോലി എടുക്കാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ, ജീവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തിലോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ലൈഫിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സും ഉണ്ടാവണം. കാര്യം എന്താ, നമ്മൾക്ക് 25 വയസ്സിലോ 20 വയസ്സിലോ നമ്മൾ ജോലി എടുക്കാൻ ആരംഭിക്കുന്നു. ഈ ആരംഭിക്കുന്ന ജോലിയിൽ നിന്ന് എത്ര പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്? നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ വളരാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? അതോ നമ്മൾ കൂട്ടി വെക്കുന്ന കാശ് അപ്പം തന്നെ എടുത്തിട്ട് അടിച്ചു പൊളിക്കുവാണോ? ടൂറിന് പോവാണോ? എന്താണ് നമ്മൾ ചെയ്യണേ? മനസ്സിലാക്കുക. രണ്ട്, ശരിക്കും നമ്മുടെ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മളുടെ പണത്തെ ലിവറേജ് ചെയ്യണുണ്ടോ? നമ്മുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സീറ്റിൽ തന്നെയാണോ ഇരിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ ഒരു കോവിഡ് ടൈമിലാണ് അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് ലൈഫ് കോച്ചിങ്ങിലേക്കും ബിസിനസ് കോച്ചിങ്ങിലേക്കൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ പല പല കോഴ്സുകളുടെ ഭാഗമായി. അപ്പൊ ഞാനും എൻ്റെ കുട്ടികളും അങ്ങനെയുള്ള പല പല കോഴ്സുകളൊക്കെ പഠിച്ചു വന്നപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറി, ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഐഡന്റിറ്റി മാറി. അപ്പൊ ഏത് വയസ്സിലും നമ്മളുടെ പണത്തെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് മാറും, നമ്മുടെ വരുമാനം മാറും, നമ്മൾക്ക് വളരെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ക്യാഷ് വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഓരോ ദിവസവും കിട്ടുന്ന ഓരോ പൈസയും മുടക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. ശരിക്കും നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ലോണുകൾ അടച്ചു തീർക്കുക, ഇതൊക്കെ നമ്മളുടെ ഒരു ഗോളാണ്. ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഞാൻ എൻ്റെ വീടിന്റെ ലോൺ എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു 5 വർഷം കൊണ്ട് ഈ ലോണുകൾ അടച്ചു തീർക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ എന്ത് ഗുണമുണ്ടായി? പെട്ടെന്ന് അതിലേക്ക് തീർക്കാൻ പറ്റി. അതിന്റെ ഒപ്പം തന്നെ അടുത്ത വീടിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഓരോ സമയത്തും റിസ്കുകൾ എടുക്കാനും കാൽക്കുലേറ്റഡ് റിസ്കിൽ നമ്മളുടെ ഒരു കിട്ടുന്ന വരുമാനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും, അഗെയിൻ മെഡിക്ലെയിം എടുക്കുക, അഗെയിൻ റിസ്ക് കവർ എടുക്കുക, കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മനസ്സിലാക്കുക, മണി എന്ന് പറയുന്നത് മണിയെ വളർത്താനായിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു സ്കില്ലാണ്. അല്ലാതെ അതിനെ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനുവേണ്ടി പഠിക്കുക, എന്നിട്ട് ജീവിതത്തെ എന്താക്കുക? എഫേർട്ട്ലെസ് ആക്കുക. ഇതൊക്കെ നമ്മളുടെ ചോയ്സ് ആണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം 35 വയസ്സിൽ അല്ലെങ്കിൽ 40 വയസ്സിലൊക്കെ ആൾക്കാർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പക്ഷേ ഈ യൂട്യൂബിൽ തന്നെയുള്ള എത്രയധികം കുഞ്ഞുങ്ങൾ 20 വയസ്സും 22 വയസ്സും ഒക്കെ ഉള്ള കുട്ടികൾ കോടികൾ ഒരു വർഷം ഇൻകം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം മനസ്സിലാക്കുക, എന്താണ് നമ്മൾക്ക് പറ്റണതെന്നുള്ള രീതിയിലേക്ക് കണ്ണ് തുറന്ന് നമ്മളുടെ കണ്ണടകളുടെ ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് തുടച്ച് ഒരു ക്ലാരിറ്റിയോടെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് വളരെ ഈസിയാണ്, എഫേർട്ട്ലെസ് ആണ്. അപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങുക, നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്, അല്ലാതെ നീറി നീറി കളയാനുള്ളതല്ല. മൈൻഡ് ഇറ്റ്.